ഇനിയാണ് നമ്മൾ കുറച്ച് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ലെവലോട്ട് നീങ്ങാൻ പോവാണ്. ഇവിടെ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് വീക്ക് 7 ആണ്. വീക്ക് 7, വീക്ക് 8, വീക്ക് 9 ഈ 3 വീക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് റിയാക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക റിയാക്റ്റ്. അപ്പോൾ റിയാക്റ്റിൻ്റെ ബേസിക് അഡ്വാൻസ് എന്നല്ല, റിയാക്റ്റിൻ്റെ ഫണ്ടമെന്റൽസ് മുതൽ അഡ്വാൻസ് ലെവൽ റിഡക്സ് വരെ നിങ്ങൾ ഈ ഒരു 3 വീക്ക് കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കും. അപ്പോൾ 3 വീക്കിൽ നിങ്ങൾ അസൈൻമെന്റ് ചെയ്യും. ആ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഐ മീൻ വെർസൽ ഹോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 3 വീക്ക് ഞാൻ 3 വീക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് 3 വീക്കിന് ഒറ്റൊന്നായിട്ട് പറയണം. ഓക്കെ, പക്ഷേ 3 വീക്കിലും ചെയ്യേണ്ട അസൈൻമെന്റ്സ് ആണ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ 3 വീക്കിൽ ഞാൻ പറഞ്ഞാൽ റിയാക്റ്റ് പഠിക്കുന്നത്. നിങ്ങൾ റിയാക്റ്റിൽ നമ്മൾ എന്താണ് റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ട് എൻഡിൽ എന്താണ്, റിയാക്റ്റ് എങ്ങനെ ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് റിയാക്റ്റ് ഒക്കെ ചെയ്യുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ HTML കണ്ടന്റ് ആളെന്നേക്കരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ റിയാക്റ്റ് വെച്ചിട്ട് നിങ്ങൾ അല്ലറ ചില കാര്യങ്ങൾ ചെയ്ത് നോക്കുക. റിയാക്റ്റിൽ മെയിനായിട്ടുള്ള കാര്യം കുറച്ച് ഹുക്കുകളുണ്ട്. ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് യൂസ് സ്റ്റേറ്റ് ഹുക്ക്, യൂസ് എഫക്റ്റ് ഹുക്ക്, ഈ 2 ഹുക്കുകളുണ്ട്. ഈ 2 ഹുക്കുകൾ വെച്ചിട്ട് കുറച്ച് ടാസ്കുകൾ, കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യുക. അത് നിങ്ങൾക്ക് ChatGPT നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കിട്ടും, പിന്നെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ 3 വീക്കിൻ്റെ റിയാക്റ്റിനെ കുറിച്ച് ഞാൻ ഒരൊറ്റ വീഡിയോ സൂപ്പർ സിമ്പിൾ ഡെവിൻ്റെ തന്നെ റിയാക്റ്റിൻ്റെ ഫുൾ കോഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഏകദേശം 12 മണിക്കൂറോളം വരുന്ന ഒരു വീഡിയോ ആണ്. 3 ആഴ്ച കൊണ്ട് തീർത്താൽ മതി. ഓക്കെ, ഫുള്ള് തീർക്കണം, പക്ഷേ 3 ആഴ്ച കൊണ്ട് തീർത്താൽ മതി. അത് ഞാൻ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് തീർക്കണം. 3 ആഴ്ച കൊണ്ട് തീർത്താൽ മതി. ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ടാസ്ക് അല്ലെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ടു ഡു ആപ്പാണ്. ജസ്റ്റ് ഒരു ടു ഡു ആപ്പ്, ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം, ഒരു ബട്ടൺ വേണം. ഇൻപുട്ട് ഫീൽഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ബട്ടൺ വന്ന് കഴിഞ്ഞാൽ ടു ഡു ആഡ് ചെയ്യണം. ഓരോ ടുഡുക്കും ടു ഡു ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടു ഡുവിനെ മാർക്ക് ചെയ്യാൻ കഴിയും. ടു ഡു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും, ഇവിടുന്ന് അൺമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും. അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ആപ്ലിക്കേഷൻ അത് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, വെർസലിൽ വേണം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വീക്കിലോട്ട് വരികയാണെങ്കിൽ രണ്ടാമത്തെ വീക്കിൽ നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് റിയാക്റ്റിനെ കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് റൗട്ടിങ്, ബ്രൗസർ റൗട്ടിങ്, കുറച്ചും കൂടി അഡ്വാൻസ് ആയി കോൺടാക്സ്റ്റ്, യൂസ് കോൺടാക്സ്റ്റ്, സ്റ്റേറ്റുകൾ എങ്ങനെ അഡ്വാൻസ് ലെവലോട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ വീക്കിൽ നിങ്ങൾ ഫയർ ബേസിനെ കുറിച്ച് നോക്കുക. ഫയർ ബേസ് എന്താണ്? ഫയർ ബേസിൻ്റെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാക്ക് എൻഡ് പ്ലസ് ഡാറ്റാബേസ് കണക്ട് ചെയ്തുള്ള ഒരു ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫയർ ബേസ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് പഠിച്ചു പോവുക. ഈ ഫയർ ബേസ് എങ്ങനെ നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷനിലോട്ട് കണക്ട് ചെയ്യാം അത് പഠിക്കുക. ഈ റിയാക്ട് ആപ്പ് വെച്ചിട്ട് എങ്ങനെ ഫയർ ബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം അത് പഠിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ക്ലോൺ വെബ്സൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യാം. ഗ്രേറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അവൻ്റെ ഒരു വീഡിയോ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ക്ലോൺ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഫയർ ബേസിൻ്റെ ഇൻസ്റ്റാളേഷൻ മുതൽ ഫയർ ബേസിൻ്റെ കണക്ഷൻ മുതൽ ഫയർ ബേസിൻ്റെ ഒതൻറ്റിക്കേഷൻ വരെ മൊത്തം കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വെച്ചിട്ട് വേണം നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വീഡിയോ വരണ മാത്രം കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ, അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് സെർച്ചിങ്, അങ്ങനത്തെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ക്ലോൺ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഒരു OLXൻ്റെ ക്ലോണും കൂടി നിങ്ങൾ ഉണ്ടാക്കുക. അതിന് ഞാൻ വീഡിയോസൊന്നും സജസ്റ്റ് ചെയ്യില്ല. അത് നിങ്ങൾ AI ടൂൾസും നിങ്ങളുടേതായ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫയർ ബേസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MongoDBയോ ഏതെങ്കിലും ഡാറ്റാബേസ് യൂസ് ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വീക്കിൽ. ഇത് നമ്മൾ മൂന്നാമത്തെ വീക്കിലൂടെ അടക്കാൻ റിഡക്സിനെ കുറിച്ചാണ് നിങ്ങൾ മെയിലായിട്ട് പഠിക്കുന്നത്. റിഡക്സ് എന്താണെന്നും അതുപോലെ തന്നെ ഒതൻറ്റിക്കേഷൻ്റെ ജെറബിലിറ്റി ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് പോവുക. ഇത് വെച്ചിട്ട് നിങ്ങൾ ബാക്ക് എൻഡ് Node.js ഡാറ്റാബേസ് MongoDB ഫ്രണ്ട് എൻഡ് റിയാക്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ, സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാൻ കഴിയണം. അഡ്മിൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അവിടെ ലിസ്റ്റ് ചെയ്യണം. നമ്മൾ ബേസിക്കലി 6 വീക്ക് ചെയ്ത കാര്യങ്ങൾ റിയാക്ട് വെച്ച് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഒതൻറ്റിക്കേഷൻ നമ്മളവിടെ സെഷൻ ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾ JWT ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന എൻ്റെ വീക്കിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര വീക്കായി, 9 വീക്കായി അല്ലേ. ഈ 9 വീക്കിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. അതിന് മൊത്തം ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു റെഡിറ്റ് പോസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുക, താഴെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് നോക്കി പോയാൽ മതി. അപ്പോൾ റിയാക്റ്റിനെ കുറിച്ച് അത്ര തന്നെ ഉള്ളൂ പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പറയാൻ പോകുന്നില്ല. കൂടുതലായിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ സൂപ്പർ സിമ്പിൾ ഡെവിൻ്റെ ആയാലും ഗ്രേറ്റ് സ്റ്റാക്കിൻ്റെ ആയാലും പല വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളായ രീതി തന്നെ പഠിക്കുക. ഞാൻ ഇവിടെ അവിടെയൊക്കെ കൊടുക്കുക, വീഡിയോസിൻ്റെ ലിങ്കും ഒക്കെ കാര്യങ്ങൾ, ഡോക്യുമെൻറ്റേഷൻ മൊത്തം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനിയാണ് നിങ്ങൾ അടുത്തൊരു മെയിൻ ഘട്ടത്തിലോട്ട് കടക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബിഗ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക് 10ാമത്തെ വീക്ക് മുതൽ വീക്ക് 14ാമത്തെ വീക്ക് വരെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. 10ാമത്തെ വീക്ക് മുതൽ 14ാമത്തെ വീക്ക് വരെ, അതായത് 10, 11, 12, 13, 14 5 വീക്കുകൾ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് തന്നെ ഇൻവോൾവ് ആയിരിക്കും. അതിൽ ഫസ്റ്റത്തെ വീക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പ്രൊജക്റ്റ് പ്ലാനിങ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രൊജക്റ്റ് എന്താ, ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് തന്നെ നിങ്ങൾ ചെയ്യണം. എല്ലാവരും ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് തന്നെ ചെയ്യുക. ഓക്കെ, റിയാക്ട് വെച്ചിട്ട് അപ്പോൾ ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഫുൾ പ്ലാനിങ് തീർക്കുക, അതായത് പ്ലാനിങ് മാത്രം. ഫിഗ്മയിൽ നിങ്ങൾ എല്ലാ പേജസും ഡിസൈൻ ചെയ്യുക, അതായത് യൂസർ സൈഡോ അഡ്മിൻ സൈഡോ ഉണ്ടാവുമല്ലോ. ഇനി നിങ്ങൾക്ക് വെണ്ടർ സൈഡ് ആണെങ്കിൽ ഒരു വെണ്ടർ സൈഡ്, തേർഡ് സൈഡ് ഉണ്ടാക്കുക, റോൾ ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ. അങ്ങനെ ഈ ഒരു യൂസർ സൈഡ്, അഡ്മിൻ സൈഡ്, അല്ലെങ്കിൽ ഒരു വെണ്ടർ സൈഡ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കുക. യൂസർ ലോഗിൻ പേജ്, ആളുടെ പേജിൻ്റെ എല്ലാ ഫിഗ്മ പേജസും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. പോസ്റ്റ്മാൻ എന്നൊരു ടൂൾ ഉണ്ട്. ഈ പോസ്റ്റ്മാൻ എന്ന ടൂളിൽ നിങ്ങൾക്ക് ബാക്ക് എൻഡിൻ്റെ മൊത്തം ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വല്ല യൂട്യൂബ് ഞാൻ കാണുക വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഫിഗ്മയിൽ നിങ്ങൾ എല്ലാ പേജസും, യൂസർ ലോഗിൻ പേജ് ഉണ്ടാക്കും, ഹോം പേജ് ഉണ്ടാവും, ഷോപ്പ് പേജ് ഉണ്ടാവും, കാർട്ട് പേജ് ഉണ്ടാവും, വിഷ് ലിസ്റ്റ് ഉണ്ടാവും,
ചെക്കൗട്ട് പേജ്, ബൈയിങ് എങ്ങനെ, ഓർഡേഴ്സ് എങ്ങനെ, ഓർഡർ ക്യാൻസൽ ചെയ്യുക, ഇനി അഡ്മിൻ സൈഡിലോട്ട് വന്നാൽ അഡ്മിൻ യൂസർ ലിസ്റ്റിംഗ്, യൂസർ ബ്ലോക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ കഴിയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എല്ലാ പേജസും നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. പോസ്റ്റ്മാനിൽ നിങ്ങൾ എല്ലാ API ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ പോസ്റ്റ്മാനിൽ ചെയ്യുക. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ എറൈസറോ അല്ലെങ്കിൽ കോഡ് പ്ലാനർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഫസ്റ്റ് വീക്ക് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 4 വീക്ക് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ കഴിയും. പിന്നെ 5ാമത്തെ വീക്കാണ് നമുക്ക് ഹോസ്റ്റിംഗ്. അങ്ങനെ മൊത്തം 6 വീക്കാണ് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 വീക്കിൻ്റെ കാര്യങ്ങളാണ് സ്കിപ്പ് ചെയ്യാണ് ഞാൻ. ബേസ് അത് നിങ്ങൾക്ക് വിട്ടാൽ നിൽക്കും. നിങ്ങൾ എന്താണ് ഈ 4 വീക്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഇ-കൊമേഴ്സിൻ്റെ ബേസിക് ലോഗിൻ മുതൽ ഓർഡറിങ് കഴിഞ്ഞിട്ട് അഡ്മിൻ സൈഡിൽ യൂസർ മാനേജ്മെൻറ്റ്, ഓർഡർ മാനേജ്മെൻറ്റ്, ഓർഡർ ഡെലിവറിങ്, ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റീഫണ്ട് ആവുക, അങ്ങനത്തെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീക്കിൽ ഒരു ഫുള്ളി എൻ്റയർ ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് ഈ ഒരു 5-6 വീക്കുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ 6ാമത്തെ വീക്കിൽ നിങ്ങൾ ഈ ഒരു സാധനം AWSൽ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡ് വെർസലിനും വെച്ച് നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു ഡൊമൈനൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഇത് ഷോക്കേസ് ചെയ്യാം. നിങ്ങളതായ ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഉദാഹരണത്തിന് മൊബൈൽസ് ചൂസ് ചെയ്യാം, സ്ലിപ്പേഴ്സ്, ഷൂസ്, കുറേ ലാപ്ടോപ്സ്, ഫ്രൂട്ട്സ്, ഫർണിച്ചേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഈ പ്രൊജക്റ്റ് നിങ്ങൾ വൃത്തിക്ക് ചെയ്യുക. ബാക്കിയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് ഗിറ്റിനെ കുറിച്ച്, ഗിറ്റ് ഹബിനെ കുറിച്ച്, അതുപോലെ തന്നെ CI/CD, ഗിറ്റ് ഹബ് ആക്ഷൻസ്, കൂബർനെറ്റ്സ്, അങ്ങനെ അഡ്വാൻസ് ലെവലിലൊന്നും പോകണ്ട. പക്ഷേ നിങ്ങൾ ഇതിൽ CI/CD ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഡോക്കർ കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നില്ല, ബട്ട് CI/CD ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ ഹോസ്റ്റിംഗ് AWSൽ വേണം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ AWSൻ്റെ ഹോസ്റ്റിങ്ങിൻ്റെ ഒരു ഗൈഡ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൂടെയും കൊടുക്കാം. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാപ്പ് അടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് നിങ്ങൾ ഉണ്ടാക്കി. ബട്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി നമ്മൾ അഡ്വാൻസ് ടോപ്പിക്കിലോട്ട് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇനിയുള്ള 3 വീക്ക് DSA വീക്കാണ്. ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്യുന്നതും ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചും അൽഗോരിതങ്ങളെ കുറിച്ചും കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 3 വീക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വീക്കിൽ ഇതിൽ മൊത്തം DSA കുറിച്ചാണ്. അതായത് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന്, അൽഗോരിതം എന്താണെന്ന് നിങ്ങൾ ആദ്യം ബേസിക്കലി നോക്കി വെക്കുക. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അറേസ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്, കുറേ ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രീ, ബൈനറി സെർച്ച് ട്രീ, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ടോ? യെസ്, ഉണ്ട്. ഗ്രാഫ് എന്തിനൊക്കെ ഈ മാപ്പിലൊക്കെ എന്തിനെങ്കിലും ഗ്രാഫ് യൂസ് ചെയ്യുന്നു. ഒരു കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പല ഡാറ്റ സ്ട്രക്ചേഴ്സും അതിൻ്റെ ലോജിക്കലി തിങ്ക് ചെയ്യുക, പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചിട്ടും അറേസിനെ കുറിച്ചിട്ടും സ്ട്രിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആകുമ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഈ വീക്കിലെ ടാസ്ക്, ആ പ്രോബ്ലംസ് നിങ്ങളായിട്ട് ചെയ്യാം. സെക്കൻഡ് വീക്ക്, ഇപ്പോൾ നമ്മൾ 15ാമത്തെ വീക്ക് പറഞ്ഞു. ഇനി 16ാമത്തെ വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സോർട്ടിങ്ങിനെ കുറിച്ച് പഠിക്കുക. കുറേ സോർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 പറയുകയാണെങ്കിൽ ബബിൾ, ക്യുക്ക്, ഇൻസെർഷന്, മെർജ്, സെലക്ഷൻ, ഇതൊക്കെ 5 സോർട്ടിംഗ് ആണ്. ഈ സോർട്ടിങ്ങിനെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റാക്കിനെ കുറിച്ച് പഠിക്കുക, ക്യൂവിനെ കുറിച്ച് പഠിക്കുക, ഹാഷ് ടേബിളിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും ഇതിൻ്റെയൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ എന്തൊക്കെയാണെന്നും എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. പിന്നെ വീണ്ടും ചെയ്ത് നോക്കുക. ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വീക്കുകൾ ഈ DSAയിൽ നിങ്ങൾ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസാണ് ഏറ്റവും വലിയ കീ. ലോജിക്കിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിരുന്നാൽ കൂടി ഈ ലോജിക്കിൽ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു വേയിലോട്ട് നിങ്ങൾ തന്നെ പോലെ നടത്തും. ഓക്കെ, ഇനി DSAൻ്റെ വീക്ക് 3 എന്ന് പറയുന്നത് 17ാമത്തെ വീക്കാണ്. നമ്മൾ മെയിൻലി 17ാമത്തെ വീക്ക്. ബട്ട് DSAൻ്റെ 3rd വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് മെയിൻലി പഠിക്കുന്നത്. ട്രീ, ഗ്രാഫ്, ബൈനറി സെർച്ച് ട്രീ, ബൈനറി ട്രീ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ട്രൈകൾ, ഹീപ്പ്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക. ഇതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യുക, ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്വന്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഒരു DSA വീക്കിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ചടപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ റെഡിറ്റിൽ പോസ്റ്റോ, ആ പോസ്റ്റ് നിങ്ങൾ എന്തായാലും വായിക്കണം. ആ പോസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ചെയ്താൽ ഏത് ലെവൽ വരെ വന്നില്ല. നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റും തുടങ്ങിയാണ്ട് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഒരു മേജർ ക്യാപ്ഷൻ പ്രൊജക്റ്റ് ഉണ്ടാക്കി, DSAനെ കുറിച്ച് പഠിച്ചു, ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഗ്രാഫ്, ഹീപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? യെസ്, ഇനി നമ്മൾ അഡ്വാൻസിലോട്ട് ഇനിയും പോകാം. വീക്ക് 18 നമ്മൾ ഫസ്റ്റ് ഫുൾ ഡൊമെയിൻ വീക്ക് കഴിഞ്ഞാൽ വീക്ക് 6. ഈ വീക്ക് 18 നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇതിനൊരു റിവിഷൻ നിങ്ങളതായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, റിവിഷൻ മാത്രം. ഇതിൽ നമ്മൾ അസൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും തരുന്നില്ല, റിവിഷൻ മാത്രം. ഒന്ന് ഫുൾ ഓടിച്ച് നോക്കുക. വീക്ക് 1 മുതൽ HTML CSS ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുക. വീക്ക് 3 മുതൽ ജാവാസ്ക്രിപ്റ്റ് മുതൽ വീക്ക് 17 DSAൻ്റെ 3rd വീക്ക് വരെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഓടിച്ച് നോക്കുക. അതാണ് ഈ വീക്ക് നമ്മൾ മെയിനായി ചെയ്യുന്നത്. ഓക്കെ, ഓടിച്ച് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യുക. അതൊക്കെ ഞാൻ എനിക്ക് പഠിഞ്ഞിട്ടുണ്ടോ, ഇതിലൊക്കെ ഞാൻ പ്രോ ആണോ എന്നിട്ട് ChatGPT പറഞ്ഞു കൊടുക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ പറയാം, എന്നിട്ട് അതൊക്കെ ചെയ്ത് നോക്കുക. അതന്നെ, വേറൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ തന്നെ അസസ് ചെയ്തുകൊടുക്കുക. നിങ്ങളെ ChatGPT, നിങ്ങളെ AI-നെ നിങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തി വരിക. അപ്പോൾ ആ AI നിങ്ങളോട്
ഇൻട്രാക്റ്റീവ് AI ആക്കി മാറ്റുക അതിനെ. ഓക്കെ, ഇനി വീക്ക് 19 അല്ലേ, വീക്ക് 18 ഫുൾ ഡൊമൈൻ വീക്ക് കഴിഞ്ഞു, വീക്ക് 2 ഫുൾ ഡൊമൈൻ കഴിഞ്ഞു. വീക്ക് 19 നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസ് ആണ്. പോസ്റ്റ്ഗ്രസ് അപ്പോൾ പോസ്റ്റ്ഗ്രസ്ക്യൂഎൽ SQL ബേസിൽ ഏതെങ്കിലും ഡാറ്റാബേസ് എടുക്കുക, പഠിക്കുക. പറയുന്നുണ്ട് SQL സെർവർ ഉണ്ട്, MySQL ഉണ്ട്, PostgreSQL ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക, പഠിക്കുക. നമ്മൾ മോങ്കോഡിബിനെ കുറിച്ച് പഠിച്ചില്ലേ, അപ്പോൾ അത് ഇവിടെ പഠിക്കുക, അത്രേ പറയുന്നുള്ളൂ. അസൈൻമെൻ്റ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ആ മോങ്കോഡിബിൽ ചെയ്ത അതേ പ്രോബ്ലംസ് നിങ്ങൾ പോസ്റ്റ്ഗ്രസ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ MySQL വെച്ച് ചെയ്യുക. ഓക്കെ, SQL ബേസിൽ ഏതെങ്കിലും വെച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു വീക്ക് തന്നെ ഇവിടെ എടുത്ത് അവിടെ നമ്മൾ NoSQL ബേസിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ SQL ബേസിൽ പഠിക്കുക. അല്ലാതെ അതിന് വേറെ കൂടുതലൊന്നുമില്ല. ഓക്കെ, അത് പഠിക്കുക. അതായത് നമ്മൾ ഇനി SQL വെച്ചിട്ടും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, മറക്കരുത്. പോസ്റ്റ്ഗ്രസിനെ കുറിച്ച് പഠിക്കാനുള്ള വീഡിയോ സീരീസ് ഞാൻ വിട്ടുപോയതാണ്. ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ട് 4 മണിക്കൂറിൻ്റെ ഏകദേശം. അത് ഇവിടെ എവിടെയും കൊടുക്കുക. ഞാൻ ആ വീഡിയോൻ്റെ ഒപ്പം അവിടെ പറഞ്ഞു പോവാം. ഓക്കെ, വീക്ക് 20 ഇമ്പോർട്ടൻറ്റ് വീക്കാണ്. ബിക്കോസ് നൗഡേയ്സ് നമ്മൾ ജാവാസ്ക്രിപ്റ്റാണ് പഠിക്കുന്നത് കൂടി. നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ബാക്ക് എൻഡ് ചെയ്യുമ്പോഴും ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ വീക്ക് 20 നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ്, എന്തിനാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൻ്റെ വീക്ക് 3 നമ്മൾ പഠിച്ചില്ല. അത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ വീക്കിലും പഠിക്കുക. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ടൈപ്പ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ വീക്കിൽ അസൈൻമെൻ്റ് ആയിട്ട് തരാൻ പോകുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായില്ലേ, ജെറബിലിറ്റി ബേസ്ഡ് ഓതൻറ്റിക് റിയാക്ട് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് അത് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചല്ലേ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് എൻഡ് റിയാക്റ്റിലായാലും ടൈപ്പ് സ്ക്രിപ്റ്റ്, ബാക്ക് എൻഡിൽ നോഡ് ജേസിലായാലും ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ. ആ യൂസറിൽ ലോഗിൻ ചെയ്യലും അഡ്മിൻ സൈഡിൽ മാനേജ് ചെയ്യലും ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അത്രേ ഉള്ളൂ. ക്രെഡ് ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റിനെ കുറിച്ച് നിങ്ങൾ വീഡിയോസ് ഒന്നും വേണമെന്നില്ല, എന്നിരുന്നാൽ കൂടി ഞാനൊരു വീഡിയോ സജസ്റ്റ് ചെയ്യാണ്. പ്രോഗ്രാമിംഗ് വിത്ത് മോഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫുൾ കോഴ്സ് എന്ന് പറയുന്ന ഒരു 1 hour കോഴ്സ് ഉണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാൻ ഇവിടെ എവിടെയും പാസ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വെച്ച് മാത്രം പോവുക, അല്ലാതെ കൂടുതലായിട്ട് വീഡിയോസ് കണ്ടെഴുതുന്ന ഒരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലോട്ട് കിടക്കാം. നെക്സ്റ്റ് തന്നെ അതെ, നമ്മൾ ഫ്രണ്ട് എൻഡ് റിയാക്റ്റിനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ റിയാക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ റിയാക്റ്റ് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്, ഇതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ നെക്സ്റ്റ് ജേസ് എന്ന് പറയുന്നത് റിയാക്റ്റ് തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കാണ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് ജേസിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ റിയാക്റ്റ് അറിയുന്നവർക്ക് നെക്സ്റ്റ് പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഏകദേശം സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ചേഞ്ചസ് ആണ്. അവിടെ നമ്മൾ ബ്രൗസർ റൗട്ടിങ്ങിൽ ഓരോ കമ്പണൻസ് അവിടെ കമ്പണൻസ് ബേസ്ഡ് ആയിരുന്നു, ഇവിടെ പേജ് ബേസ്ഡ് ആണ്. ഓക്കെ, ഓരോ പേജിന് ഓരോ ഫോൾഡർ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ജേസിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ജേസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു അഡ്വാൻസ് ലെവൽ പ്രൊജക്റ്റാണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ സൂപ്പർവൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സൂപ്പർവൈസിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി പോകണം. സൂപ്പർവൈസ് ഒരു ഡാറ്റാബേസ് ആണ്, സൂപ്പർവൈസ് ഒരു ബാക്ക് എൻഡ് ആണ്. അപ്പോൾ സൂപ്പർവൈസ് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ ക്വയറീസ് നമ്മൾ ഇതൊന്ന് പോസ്റ്റ്ഗ്രസ് SQL വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക് എൻഡോ ഈ സൂപ്പർവൈസ് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ജേസ് ഫ്രണ്ട് എൻഡ് ആക്കിയാണ്ടും ബാക്ക് എൻഡ് ഡാറ്റാബേസ് ഒക്കെ സൂപ്പർവൈസ് ആക്കിയാണ്ടും ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു അഡ്മിൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അഡ്മിൻസിന് ഇവൻറ്റ്സ് പോസ്റ്റ് ചെയ്യാൻ കഴിയണം, യൂസർക്ക് ഇവൻറ്റ് ബുക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അത്രേ ഉള്ളൂ. അഡ്മിനിൽ ഇവൻറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിയണം. ഒരു ഇവൻറ്റിൻ്റെ ഇപ്പോൾ ഒരു താരത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം അങ്ങനെ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇവൻറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിയണം. അതിലിപ്പോൾ ഒരു 100 ആൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ 100 ആൾക്ക് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ കഴിയാം. 100 ആളെ സ്ലോട്ട് ഫില്ലായി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കാം. നെക്സ്റ്റ് ജേസ് ഫ്രണ്ട് എൻഡ് വെച്ചിട്ടോ, മറക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയില്ലേ. അതെ, അത്രേ ഉള്ളൂ.